എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലെക്ചർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് പോളിടെക്നിക് എന്നുള്ള ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൺലൈൻ എക്സാം ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് വഴി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, റെയറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ആ ഒരു രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടും കഴിയും. അപ്പോൾ ഇതിൽ കുറച്ച് അധികം സിലബസ് ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ? താഴെ തന്നിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡക്ക് ഡക്ക് ഗോ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോം ആണ്. അപ്പോൾ ഇതിൽ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? MICR, OCR, ലൈറ്റ് പെന്ന്. ഇതിൽ MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നുള്ളതാണ്. അതായത് ബാങ്കിലെ ചെക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് MICR. OCRൻ്റെ ഫുൾ ഫോമാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ സ്കാൻ ചെയ്തിട്ട് അത് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് OCR. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പെന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീനിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസാണ്, പെൻ ലൈക്ക് ഡിവൈസാണ് ലൈറ്റ് പെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഷോർട്ട് കട്ട് കീ ഇൻ MS Word ഈസ് യൂസ്ഡ് ടു ക്ലോസ് എ ഡോക്യുമെൻറ്റ്? ഒരു ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് MS Wordൽ ഷോർട്ട് കട്ട് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+W. അടുത്തത്: വിച്ച് ഫീച്ചർ ഇൻ MS Word എനേബിൾസ് ടു റിപ്പീറ്റ് ദ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടാസ്ക്? അതായത് MS Wordലെ ഏത് ഫീച്ചറാണ് നമുക്ക് ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടാസ്കിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മാക്രോ ആണ്. അതായത് മാക്രോ എന്നുള്ള ഫീച്ചറിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടാസ്കുകൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മാക്രോ ഉപയോഗിക്കുന്നത്. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ ഒരേ ലെറ്റർ ഒന്നിൽ കൂടുതൽ അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേഴ്സൺസിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽ മെർജ് എന്നുള്ള ഫീച്ചർ ഉപയോഗിക്കുന്നത്. MS Wordൻ്റെ സ്പെഷ്യൽ ഫീച്ചറാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് പെയിൻറ്റർ നമുക്കറിയാം ഹോം ടാബിലുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ കട്ട്, കോപ്പി, പേസ്റ്റ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലാണ് ഫോർമാറ്റ് പെയിൻറ്റർ കാണുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് യൂസ്ഡ് ടു ആഡ് അഡീഷണൽ സ്പേസ് ടു ദ മാർജിൻ വൈൽ പ്രിൻറ്റിങ് എ ഡോക്യുമെൻറ്റ്? അതായത് ഒരു ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ സ്പേസ് മാർജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഗട്ടറാണ്. ഗട്ടർ മാർജിനാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇൻ എക്സൽ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ഓർ ഹൈലൈറ്റ് ഇൻസേർട്ടിംഗ് ഡാറ്റ പോയിൻറ്റ്സ് ഫോർ investigating and scrutiny. Dash in Excel is used to change or highlight inserting data points for investigating and scrutiny. Answer ഓപ്ഷൻ ബി ആണ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. അപ്പോൾ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ്റെ ബേസിൽ നമ്മൾ ഒരു പ്രത്യേകം സെൽസ് ആയിരിക്കും, ഒരു കൂട്ടം സെൽസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കുന്നതെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഓരോരോ ഇത് കൊടുത്തിട്ടുണ്ടാവും, കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ കണ്ടീഷൻസിനനുസരിച്ചിട്ട് ആ ഒരു സെല്ലിൻ്റെ എന്ത് ചെയ്യുക, കളറ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷോർട്ട് കട്ട് ഇൻ എക്സൽ ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് എ റോ? ഒരു റോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സലിലെ ഷോർട്ട് കട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ Ctrl+- ആണ്. അടുത്തത്: ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ എക്സൽ ടു കോപ്പി ദ സെൽ ഫോർമാറ്റ് ടു അനദർ സെൽ? ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ എക്സൽ ടു കോപ്പി ദ സെൽ ഫോർമാറ്റ് ടു അനദർ സെൽ? ആൻസർ ഓപ്ഷൻ ഡി ഫോർമാറ്റ് പെയിൻറ്റർ ആണ്. ഓക്കെ, ഫോർമാറ്റ് പെയിൻറ്റർ ആണ് നമുക്ക് ഈ എന്തിനുപയോഗിക്കുന്നത്, ഒരു സെല്ലിലുള്ള ഫോർമാറ്റിങ് മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ഓപ്ഷനുള്ള
ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, 84ാമത്തത് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻസ് കൂടി ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പവർ പോയിൻ്റ്. ഇതിൽ പ്രസൻറ്റേഷൻ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു ഓപ്ഷനാണ്, ജസ്റ്റ് വെറുതെ കൊടുത്തിട്ടുള്ളതാണ്. പവർ പോയിൻ്റ് ആണ് നമ്മൾ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷോർട്ട് കട്ട് ഇൻ പവർ പോയിൻ്റ് ഈസ് യൂസ്ഡ് വ്യൂ ദ പ്രിൻറ്റ് പ്രിവ്യൂ. അതായത് പ്രിൻറ്റ് പ്രിവ്യൂ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ടുള്ള പവർ പോയിൻ്റ് ഷോർട്ട് കട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ Ctrl+F2 ആണ്. ഡാഷ് പാക്കേജ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് മാനിപ്പുലേറ്റ് ഗ്രാഫിക്കൽ ആൻഡ് ഡിജിറ്റൽ ആൻഡ് പിക്ടോറിയൽ വർക്ക്സ്. ഡാഷ് പാക്കേജ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് മാനിപ്പുലേറ്റ് ഗ്രാഫിക്കൽ, ഡിജിറ്റൽ ആൻഡ് പിക്ടോറിയൽ വർക്ക്സ്. ആൻസർ ഓപ്ഷൻ സി ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പാണ് നമുക്ക് ഗ്രാഫിക്കൽ, ഡിജിറ്റൽ അല്ലെങ്കിൽ പിക്ടോറിയൽ വർക്ക്സ് എഡിറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അടുത്തത് ദ എക്സ്റ്റൻഷൻ ഓഫ് നോർമൽ ഫോട്ടോഷോപ്പ് ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി PSD ആണ്. PSD. അടുത്തത് ഡാഷ് ടൂൾ ഇൻ ഫോട്ടോഷോപ്പ് ഈസ് യൂസ്ഡ് ടു സെലക്ട് എ ലെയർ ഇൻ ഈസ് ഡിഫറെൻറ്റ് ഷേപ്പ്. Dash tool in Photoshop is used to select a layer is different shape. Answer option A mark ആണ്. അടുത്തത് dash shortcut in Corel Draw is used to select ellipse tool. Answer option B ആണ് F7. Transition of object in Corel Draw is done by dash tool. Answer option B blend tool ആണ്. അടുത്തത് ഇത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. അത് നമുക്ക് ഈ ടൈപ്പ് റൈറ്റിംഗ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഒപ്പീനിയൻസ്, ഫാക്ട്സ്, ഇമോഷൻസ് എക്സെട്ര ബിറ്റ്വീൻ 2 or more persons with continuously. ആൻസർ ഓപ്ഷൻ സി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു മെസ്സേജ്. അതായത് ഇത് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള നോളജിന് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഒപ്പീനിയൻസ്, ഫാക്ട്സ്, ഇമോഷൻസ് തുടങ്ങിയവയാണ്. അതായത് 2 or അതിലധികമോ പേഴ്സൺസ് ആണ്. അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ആ ഒരു മെസ്സേജിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് പാർട്ട് ഓഫ് ദ ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ദ എൻഡ് ഓഫ് ദ ലെറ്റർ. ഏത് പാർട്ടാണ് ആ ലെറ്റർ എൻഡായി എന്നുള്ളത് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് CC ഇൻ ഇമെയിൽ. ഇമെയിലിൽ CC എന്നുള്ളതിൻ്റെ ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ സി റെസിപ്പിയൻസ് ഓഫ് ദ മെസ്സേജ് ആർ വിസിബിൾ ടു ഓൾ അതർ റെസിപ്പിയൻസ് ഓഫ് ദ മെസ്സേജ്. അതായത് നമ്മൾ CC വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ആ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്, റെസിപ്പിയൻസ് ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും കാണാൻ കഴിയും. അതായത് ഓരോരുത്തർക്കും ആർക്കൊക്കെയാണ് ഈ സെയിം മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. അടുത്തത് ലെറ്റേഴ്സ് റിട്ടേൺ ടു എ ക്രെഡിറ്റർ റിമൈൻഡിങ് ഹിം ടു സെറ്റിൽ ആൻ ഓവർ ഡ്യൂ അക്കൗണ്ട് ആർ നോൺ ആസ്. ആൻസർ ഓപ്ഷൻ ഡി ഡണ്ണിങ് ലെറ്റേഴ്സ് ആണ്. അതായത് ലെറ്റേഴ്സ് റിട്ടേൺ ടു എ ക്രെഡിറ്റർ റിമൈൻഡിങ് ഹിം ടു സെറ്റിൽ ആൻ ഓവർ ഡ്യൂ അക്കൗണ്ട് ആർ നോൺ ആസ് ഡണ്ണിങ് ലെറ്റേഴ്സ്. അടുത്തത് എ DO ലെറ്റർ ഈസ് റിട്ടേൺ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. DO ലെറ്റർ നമ്മൾ എന്തിനാണ് എഴുതുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോവ്. ദ മാറ്റർ ഈസ് കോൺഫിഡൻഷ്യൽ നേച്ചർ, ദ മാറ്റർ റിക്വയേഴ്സ് പേഴ്സണൽ അറ്റൻഷൻ, ദ മാറ്റർ ഈസ് അർജൻറ്റ് ആൻഡ് റിക്വയേഴ്സ് ഇമ്മീഡിയറ്റ് ഡിസ്പോസൽ. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ DO ലെറ്റർ എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.